ഒരു പുതിയ ടെക്നിക്ക് വഴിയാണ് നിങ്ങൾ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്നത് അല്ലേ? ഈസി ഇംഗ്ലീഷ് അക്കാഡമി കോഡുകൾ വെച്ചുകൊണ്ട് ഈ കോഡുകളിലേക്ക് എങ്ങനെ വന്നു? ഏതൊക്കെയാണ് ആ കോഡുകൾ? അതായത് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കാൻ ഇന്ന് 2 മെത്തേഡുകൾ നിലവിലുണ്ട്. ഒന്ന് നമ്മളൊക്കെ കണ്ടുവന്നിട്ടുള്ള ഒരു ഗ്രാമർ ബേസ്ഡ് മെത്തേഡാണ് അല്ലേ, ഈ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര കോംപ്ലിക്കേറ്റഡ് മെത്തേഡാണ്. അപ്പോൾ അതിന് ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു 4ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നുണ്ട്. ഇപ്പോഴും ഇംഗ്ലീഷ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേഷനാണ് നമുക്ക്. അപ്പോൾ അതിനെ ഈസി ആക്കാനുള്ള ഒരു മെത്തേഡാണ് സ്പീക്കീസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് കോഡ് ബേസ്ഡ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത്. കോഡ് ബേസ്ഡ് ലാംഗ്വേജ് അക്വിസിഷൻ പ്രോഗ്രാം. അതായത് ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 വളരെ രസകരമായിട്ടുള്ള കോമിക് ആയിട്ടുള്ള 20 കോഡ്സ് ഇവിടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഷോയിൽ സാറ് പറഞ്ഞ ദുഷിയിലൊക്കെ വരുന്നത് 20 കോഡ്സ് ഇവിടെ അവതരിപ്പിക്കാൻ പറ്റുമോ? 20 കോഡ് നമ്മുടെ ട്രേഡ് രണ്ട് മൂന്നെണ്ണം ഇറക്കാം അല്ലേ? അതിൽ ഒരെണ്ണം ഇറക്കാം. ഓക്കെ, ദുശീൽ തന്നെ ആയാലോ? തീർച്ചയായിട്ടും. എന്താണ് ഈ ദുശീൽ? ഇപ്പോൾ ഇംഗ്ലീഷിൽ ഏറ്റവും ആളുകൾ ഒരുപാട് സമയമെടുത്ത് പഠിക്കുന്ന ഒരു ഭാഗമാണ് ടെൻസ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ടെൻസാണ് സിമ്പിൾ പ്രസൻറ്റ് അല്ലേ. നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ഹാബിച്വൽ ആക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അത് പഠിക്കാമെന്നല്ല, നമുക്ക് അതിൻ്റെ ഒരു റിയൽ ആപ്ലിക്കേഷൻ വരുന്ന സാഹചര്യത്തിൽ അത് കിട്ടിക്കോളൊന്നുമില്ല. കാരണം നമുക്ക് ഇത് ഡീകോഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സ്പീക്കീസിൻ്റെ ഈ ഒരൊറ്റ കോഡ് ആലോചിച്ച് കഴിഞ്ഞാൽ, ദുശീലം എന്ന് പറയുന്ന കോഡ് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ ജന്മത്തിൽ അത് നമ്മൾ നടക്കില്ല. അതായത് ശീലങ്ങൾ വരികയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഡു ചേർക്കണം. Speak Easy English Academy, your language expert.